ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീഡിലൈൻ ക്രാഫ്റ്റ്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഉണങ്ങിയ വാഴയിൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ കുറച്ച് ഉണങ്ങിയ ഇലകളും പിന്നെ പശയും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ലൈറ്റ് ഷെയ്ഡിലുള്ളതും ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള ഇലകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ അതെടുക്കാം. ഇനിയിപ്പോൾ ഒറ്റ ഷെയ്ഡിലുള്ളതേ കിട്ടിയുള്ളെങ്കിൽ അത് വെച്ചിട്ടും നമുക്ക് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാം. നമ്മൾ എടുത്തിട്ടുള്ള ഈ വാഴയിലകൾ ഇനി ഏകദേശം ഒരു അരമണിക്കൂറോളം ഇതുപോലെ വെള്ളത്തിൽ മുക്കി വെക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ ഇലകൾ പൊട്ടിപ്പോകുന്നില്ല. ഇനിയിപ്പോൾ നമ്മളെടുക്കുന്ന വാഴയില ഓൾറെഡി നല്ല ഫ്ലെക്സിബിളാണ്, അതായത് മടക്കി നോക്കുമ്പോൾ പൊട്ടുന്നൊന്നും ഇല്ലെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഇതുപോലെ വെള്ളത്തിൽ മുക്കി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനുശേഷം ഈ ഇലകൾ കുറച്ച് നേരം ഇങ്ങനെ ഡ്രൈ ആവാൻ വേണ്ടി വെക്കണം. നമ്മളിങ്ങനെ മടക്കി കഴിയുമ്പോൾ ഇല ഇങ്ങനെ പൊട്ടാൻ പാടില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പാകം. ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇലകൾ ഇങ്ങനെ മടക്കി നമുക്ക് വേണ്ട ഷേപ്പിൽ അത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്യുന്നത് ഏകദേശം സർക്കിൾ ഷേപ്പിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഡിഫറെൻറ്റ് സൈസിൽ കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ അതൊരു ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഇനി കട്ട് ചെയ്ത ഓരോ ഇല എടുത്തിട്ട് അതിൻ്റെ അറ്റം മാത്രം ഇതുപോലെ ഒന്ന് ചെറുതാക്കി കരിയിച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഇലയുടെ ബാക്ക് ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഇലയ്ക്ക് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ കൈയൊന്നും പൊള്ളാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതേപോലെ കുട്ടികളൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇത് മാത്രം ഒന്ന് വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചാലും മതി. അപ്പോൾ എല്ലാ ഇലക്കഷ്ണങ്ങളും നമ്മൾ ഇതുപോലെ കരിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഇലയുടെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡിനെക്കാട്ടി കുറച്ച് ലൈറ്റർ ഷെയ്ഡായിരിക്കും. അപ്പോൾ നോക്കുമ്പോൾ വ്യത്യസ്ത ഷെയ്ഡിലുള്ള ഇലക്കഷ്ണങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളിനി ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടി ഞാനൊരു ബോട്ടിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഇലക്കഷ്ണങ്ങളെല്ലാം നമ്മളിനി അതിന് മുകളിൽ ഒട്ടിക്കാൻ പോവുകയാണ്. ഒട്ടിക്കാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്കോളാണ്. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. എന്നിട്ട് ഈ ഫെവിക്കോള് നമുക്ക് വേണ്ട പീസിന് മൊത്തം തേച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കത് ബോട്ടിലിൽ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ബോട്ടിലിൽ പെയിൻ്റ് ഒന്നും ചെയ്യാത്ത കാരണം അത് ഒട്ടാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ അത് ഒട്ടുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ പീസ് നല്ലപോലെ ഒട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത പീസ് ഒട്ടിക്കാം. ഇതുപോലെ ബാക്കി എല്ലാ പീസും ഇങ്ങനെ വേണ്ട സ്ഥലത്ത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ മാക്സിമം ഗ്യാപ്പൊന്നും വരാത്ത രീതിക്ക് ഒട്ടിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ലൈറ്റർ ഷെയ്ഡും ഡാർക്കർ ഷെയ്ഡും ആയിട്ടുള്ള പീസുകൾ ഇങ്ങനെ ഇടകലർന്ന് വരുന്ന രീതിക്ക് ഒട്ടിച്ച് കൊടുക്കുക. ബോട്ടിലിൻ്റെ ഇതുപോലെ ചെരിവുള്ള ഭാഗങ്ങളിലൊക്കെ ചെറിയ പീസ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ബോട്ടിലിൽ വേണ്ട സ്ഥലത്തെല്ലാം നമ്മൾ വാഴയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ബോട്ടിലിൻ്റെ അറ്റം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഴനാര് ഇതുപോലെ ചീന്തിയെടുക്കാം. മാക്സിമം നീളമുള്ളതും എന്നാൽ അധികം കുത്തുംപുള്ളിയൊന്നും ഇല്ലാത്ത വാഴനാര് വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ. ഈ വാഴനാരിന് അകത്തുള്ള ചെറിയ നാരുകളെല്ലാം ഇതുപോലെ നമ്മൾ ഇങ്ങനെ കളയണം. ഈ വാഴനാർ ഇപ്പോൾ ബോട്ടിലിനെ ചുറ്റാനുള്ളൊരു പരുവമല്ല. അപ്പം അതിന് വേണ്ടിയിട്ട്
നമ്മളിത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് സ്മൂത്തായി കിട്ടും. അപ്പോൾ നമുക്ക് ചുറ്റാൻ എളുപ്പമാണ്. ഏകദേശം ഒരു 30 മിനിറ്റോളം ഇത് വെള്ളത്തിൽ തന്നെ വെക്കുക. വെള്ളത്തിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആവാൻ വെച്ചതിന് ശേഷം നമുക്കിത് ബോട്ടിലിൻ്റെ അറ്റത്ത് ചുറ്റി കൊടുക്കാം. അതിന് വേണ്ടി ഞാനൊരു സൂപ്പർ ഗ്ലൂ എടുത്ത് ഈ വാഴനാര് ഒട്ടിക്കുകയാണ്. ഫെവിക്കോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയം പിടിക്കും ഒട്ടാൻ വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ സൂപ്പർ ഗ്ലൂ എടുത്ത്. എന്നിട്ട് സൂക്ഷിച്ച് ഇതേപോലെ ബോട്ടിലിൻ്റെ അറ്റത്ത് ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അപ്പോൾ അധികം ഗ്യാപ്പ് ഇല്ലാത്ത രീതിക്ക് വേണം ചുറ്റി കൊടുക്കാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സൂപ്പർ ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമുക്കതൊന്ന് ഫിക്സ് ചെയ്ത് ഇങ്ങനെ ചുറ്റിപ്പോവാം. ഇതുപോലെ നമ്മൾ അറ്റം വരെ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അങ്ങനെ ബോട്ടിലിൻ്റെ അറ്റമെല്ലാം നമ്മൾ വാഴനാര് ചുറ്റി അടിപൊളിയാക്കിയിട്ടുണ്ട്. ഈ വാഴയിലയുടെ അറ്റമൊന്നും ഇപ്പോഴും ബോട്ടിലുമായിട്ട് കറക്റ്റായിട്ട് ഒട്ടി നിൽക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് ഫെവിക്കോളും കുറച്ച് വാട്ടറും എടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തു. ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2 സ്പൂൺ ഫെവിക്കോളാണെങ്കിൽ 1 സ്പൂൺ വാട്ടർ, ആ ഒരു റേഷ്യോയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്യാൻ. ഈ ഫെവിക്കോൾ പേസ്റ്റ് നമ്മൾ ബോട്ടിൽ മുഴുവൻ അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്യുമ്പോൾ വാഴയിലയുടെ ആ അറ്റത്തും അതേപോലെ മുകളിലും എല്ലാം നല്ലപോലെ ഫെവിക്കോൾ പേസ്റ്റ് തേച്ച് കൊടുക്കുക. അങ്ങനെ ബോട്ടിൽ മുഴുവനായിട്ട് നമ്മൾ ഈ പശ തേച്ച് കഴിഞ്ഞു. ഇത് ഏകദേശം പകുതി ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ ഒരു കോലെടുത്തിട്ട് നമ്മൾ ആ ഒട്ടിച്ച് വെച്ചിട്ടുള്ള വാഴയിലയുടെ എല്ലാ അറ്റവും ബോട്ടിലുമായി നല്ലപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ നേരത്തെ തേച്ച് കൊടുത്ത പശയെല്ലാം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. നമ്മളിനി ഏത് ബോട്ടിൽ ആർട്ട് ചെയ്യുകയാണെങ്കിലും ആ ബോട്ടിൽ കുറേ കാലം ഒരു കേടുമില്ലാതിരിക്കാൻ വേണ്ടി വാർണിഷ് അടിച്ചു കൊടുക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമ്മൾ ഇതിങ്ങനെ തൊട്ട് നോക്കുകയാണെങ്കിൽ ഈ ബോട്ടിലിൽ ആ ഇലകളെല്ലാം ബോട്ടിലുമായി നല്ലപോലെ യോജിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ചെയ്ത ബോട്ടിൽ ആർട്ട്. അധികം ചിലവൊന്നും ഇല്ലാത്ത ഈ ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ബോട്ടിൽ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.